ചൈനയുമായി സഖ്യം ചേർന്നതിൽ പിന്നെ നേപ്പാളിന് ഇടയ്ക്കിടെ ഇന്ത്യയെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുക എന്നത് ഒരു ശീലമായിരിക്കുകയാണ്. പുതിയ 100 രൂപ നോട്ടിലൂടെയാണ് നേപ്പാൾ ഇപ്പോൾ ഇന്ത്യയെ പ്രകോപിപ്പിക്കാനായി ഒരുങ്ങുന്നത്. തർക്കമുള്ള 3 ഇന്ത്യൻ പ്രദേശങ്ങൾ, അതായത് കാലാപാനി, ലിംപുലേഖ്, ലിംപിയാദുര എന്നീ ഇന്ത്യൻ പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന ഭൂപടം ആലേഖനം ചെയ്ത പുതിയ 100 രൂപ നോട്ട് പുറത്തിറക്കുമെന്ന് നേപ്പാൾ സർക്കാർ കഴിഞ്ഞ ദിവസമാണ് പ്രഖ്യാപിച്ചത്. പ്രധാനമന്ത്രി പുഷ്പകമാൽ ദഹൽ പ്രചണ്ഡയുടെ അധ്യക്ഷതയിൽ ചേർന്ന മന്ത്രിസഭാ യോഗമാണ് 100 രൂപ നോട്ടുകളിൽ നേപ്പാൾ അവകാശവാദം ഉന്നയിക്കുന്ന ഇന്ത്യൻ പ്രദേശങ്ങൾ ഉൾപ്പെടുന്ന പുതിയ ഭൂപടം അച്ചടിക്കാൻ തീരുമാനിച്ചത്. 100 രൂപ നോട്ട് പുനർരൂപകൽപ്പന ചെയ്യാനും പശ്ചാത്തലത്തിൽ നൽകിയിരുന്ന പഴയ ഭൂപടം മാറ്റുവാനുമായിരുന്നു തീരുമാനം. നേപ്പാളിന്റെ നീക്കത്തിനെതിരെ ഇന്ത്യ വീണ്ടും രംഗത്തെത്തി. ഇത് നിലവിലെ സ്ഥിതിഗതികളിലോ യഥാർത്ഥ വസ്തുതകളിലോ മാറ്റം വരുത്തില്ലെന്നാണ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ പ്രതികരിച്ചത്. നേപ്പാളുമായി അതിർത്തി വിഷയങ്ങളിൽ ഔദ്യോഗിക തലത്തിൽ ചർച്ച നടക്കുന്ന സാഹചര്യത്തിൽ അവരുടെ ഭാഗത്തുനിന്ന് ഏകപക്ഷീയമായ നീക്കങ്ങൾ നടക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. 4 വർഷം മുമ്പ്, അതായത് 2020 ജൂണിൽ നേപ്പാൾ ഭരണഘടന ഭേദഗതി ചെയ്തുകൊണ്ട് കാലാപാനി, ലിംപുലേഖ്, ലിംപിയാദുര ഈ 3 പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി രാജ്യത്തിന്റെ രാഷ്ട്രീയ ഭൂപടം നേപ്പാൾ പരിഷ്കരിച്ചിരുന്നു. അന്നത്തെ പ്രധാനമന്ത്രി KP ശർമ്മ ഓലിയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത്. അതിനടുത്ത വർഷം ഓലി ഗവൺമെന്റ് സ്ഥാനഭ്രഷ്ടരായി. അന്ന് ചൈന ഓലി ഗവൺമെന്റിനെ രക്ഷിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിയിരുന്നെങ്കിലും അതൊന്നും പ്രാവർത്തികമായില്ല. എന്നാൽ ഈ വർഷം മാർച്ചിൽ KP ശർമ്മ ഓലിയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് നേപ്പാൾ മറ്റു പാർട്ടിയുമായി ചേർന്ന് കൂട്ടുകക്ഷി ഭരണത്തിലൂടെ വീണ്ടും അധികാരത്തിൽ വന്നു. അധികാരത്തിലേറി 1 മാസം തികയുന്നതിന് മുൻപ് നോട്ടിന്റെ രൂപത്തിൽ ഇന്ത്യയെ പ്രകോപിപ്പിക്കാനും തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ തവണ ഓലിയെ പുറത്താക്കുമ്പോൾ ചൈന എംബസി അധികാരികൾ പ്രതിപക്ഷ പാർട്ടികളെ നേരിട്ട് കണ്ട് ഓലിയെ പുറത്താക്കാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടത്തിയിരുന്നതാണ്. ചൈനയ്ക്ക് നേപ്പാൾ ഭരണകാര്യത്തിൽ അത്രമേൽ സ്വാധീനമുണ്ട്. ഓലിക്ക് പുതിയ ഗവൺമെന്റിലും സ്ഥാനം കിട്ടിയപ്പോൾ ചൈനയുടെ സ്വാധീനം വീണ്ടും പ്രബലമാവുകയാണ്. നേപ്പാളി കോൺഗ്രസ് ഇലക്ഷന് തോൽക്കുകയും ഓലിയുടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കൂട്ടുകക്ഷി മന്ത്രിസഭ ഉണ്ടാക്കിയപ്പോഴേ ആരാണ് ചരടുവലി നടത്തിയതെന്ന ചോദ്യം ഉയർന്നു വന്നിരുന്നു. അന്നും കോൺഗ്രസും മറ്റു പാർട്ടികളും വിരൽ ചൂണ്ടിയത് ചൈനയ്ക്ക് നേരെയാണ്. നോട്ട് വിവാദം വന്നതോടുകൂടി ചൈനയുടെ ചരടുവലി കൂടുതൽ വ്യക്തമാവുകയാണ്. എന്നാൽ ചൈനയുടെ താൽപ്പര്യത്തിനനുസരിച്ച് നേപ്പാൾ മന്ത്രിസഭ തീരുമാനമെടുക്കുകയാണെങ്കിൽ അതിൻ്റെ അനന്തരഫലങ്ങൾ അനുഭവിക്കുക ചൈനയായിരിക്കില്ല, പ്രചണ്ഡയായിരിക്കും. ഏതായാലും നോട്ട് അച്ചടിക്കപ്പെട്ടിട്ടില്ല. അതിന് ഇനിയും കാലമേറെ എടുക്കും. നോട്ടിനെ സംബന്ധിച്ച തീരുമാനം നേപ്പാൾ സെൻട്രൽ ബാങ്കിന് അയക്കണം. എന്നിട്ട് നോട്ട് പ്രിന്റ് ചെയ്യുന്നതിനുള്ള ടെൻഡർ ബാങ്ക് ഇറക്കണം. ഇതിനെല്ലാം കൂടി 1 വർഷത്തോളം എടുക്കും. എന്നാൽ നേപ്പാളിന്റെ വളർച്ചയ്ക്ക് എപ്പോഴും പിന്തുണയുമായി നിൽക്കുന്ന ഇന്ത്യയെ പ്രകോപിപ്പിക്കുന്ന നടപടി ശരിയാണോ? 2015 നേപ്പാളിൽ അതിശക്തമായ ഭൂകമ്പം ഉണ്ടായപ്പോഴും സഹായവുമായി ഓടിയെത്തിയ ആദ്യ രാജ്യം ഇന്ത്യയായിരുന്നു. കൊറോണ കാലത്ത് 1 മില്യൺ ഡോസ് COVID-19 വാക്സിനാണ് നേപ്പാളിന് ഇന്ത്യ നൽകിയത്. ഈ ദുരന്തകാലത്ത് നേപ്പാളിന്റെ ഇന്ത്യക്കകത്തും മറ്റ് രാജ്യങ്ങളിലേക്കുമുള്ള വാണിജ്യം നടന്നത് ഇന്ത്യയിലെ കസ്റ്റംസ് സ്റ്റേഷൻ വഴിയാണ്. നേപ്പാളിന്റെ വ്യാപാരത്തിൽ കൂടുതൽ നടക്കുന്നത് ഇന്ത്യയിലാണ്. അതുപോലെ നേപ്പാളിന് വേണ്ടി ഏറ്റവും കൂടുതൽ തുക നിക്ഷേപിച്ചിട്ടുള്ള വിദേശ രാജ്യവും ഇന്ത്യയാണ്. ആ നിലയ്ക്ക് പ്രചണ്ഡയുടെ ഉദ്ദേശം എന്താണ്?